1 6 മുതലുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ പഠനത്തിനു വേണ്ടി നാം സ്വീകരിക്കുന്നത്. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. പഴയ നിയമത്തിന്റെ ശുശ്രൂഷ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്നിങ്ങനെ 2 തരം ശുശ്രൂഷകളുണ്ട്. കാരണം പഴയ നിയമം, പുതിയ നിയമം എന്നിങ്ങനെ 2 തരം നിയമങ്ങളുമുണ്ട്. ആ വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സാധാരണയായി ഇന്ന് നാം കണ്ടുവരുന്ന ഒരു ദുരവസ്ഥയുണ്ട്. പഴയ നിയമത്തെ നാം അതിരുകവിഞ്ഞ് ആശ്രയിക്കുന്നു. പ്രസംഗങ്ങൾ ഭൂരിപക്ഷവും പഴയ നിയമത്തിൽ നിന്നാണ്. പുതിയ നിയമത്തിൽ നിന്ന് വളരെ കുറച്ച് പ്രസംഗങ്ങൾ മാത്രമേ നാം കേൾക്കുന്നുള്ളൂ. യേശുവിനെ കുറിച്ച് കേൾക്കുന്നതിന്റെ 10 ഇരട്ടിയെങ്കിലും നാം ദാവീദിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. എല്ലാ സഭായോഗത്തിലും ഒരു സങ്കീർത്തനം വായിച്ചിട്ട് 1/4 മണിക്കൂറെങ്കിലും ആ സങ്കീർത്തനത്തിൽ നിന്ന് നാം പ്രസംഗിക്കും. ഭൂരിപക്ഷം സങ്കീർത്തനങ്ങളും എഴുതിയത് ദാവീദാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ദാവീദിനെ കുറിച്ചാണ് പറയുന്നത്. ദാവീദ് ശൗലിനെ ഭയന്ന് ഓടി നടന്നതോ അല്ലെങ്കിൽ സ്വന്തം മകനായി അബ്ശാലോമിനെ ഭയന്ന് ഓടിയതോ അങ്ങനെ വല്ല കാര്യവുമായിരിക്കും എന്നത്തെയും പ്രസംഗം. അങ്ങനെ ദാവീദ് എന്ന് പറഞ്ഞാൽ കർത്താവിനേക്കാളും വലിയ ആളാണ് എന്ന നിലയ്ക്കാണ് നാം മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മോശയെക്കുറിച്ചാവും പ്രസംഗം. ഏലിയാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് സ്ഥിരം പരിപാടിയാണ്. വിശേഷിച്ചും ഗൾഫിലാണ് പോകുന്നതെങ്കിൽ ഏലിയാവും കാക്കയുമാണ് സ്ഥിരം പ്രസംഗം. കാരണം ഗൾഫിലൊക്കെ പോകുന്ന അല്പം കാശുണ്ടാക്കാൻ വേണ്ടിയാണല്ലോ. അതുകൊണ്ട് ഏലിയാവും കാക്കയുമാണ് സ്ഥിരം പ്രസംഗ വിഷയം. ഇങ്ങനെയൊക്കെ പഴയ നിയമത്തിൽ നിന്നുള്ള പ്രസംഗങ്ങളാണ് നാം സ്ഥിരമായി കേൾക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമം എന്ന് പറയുന്നത് നമ്മുടെ നിയമമാണ്, നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന നിയമമാണ് എന്നൊക്കെയാണ് പലരുടെയും ധാരണ. അതുകൊണ്ട് ചിലർ പറയും 2 തരത്തിലുള്ള നൂലുള്ള വസ്ത്രം ധരിക്കരുത്, അല്ലെങ്കിൽ പറയും പന്നിയിറച്ചി തിന്നരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പഴയ നിയമത്തിൽ നിന്ന് ഓരോ കൽപ്പനകൾ എടുത്തിട്ട് അതൊക്കെ നമുക്കുള്ളതാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കും. പഴയ നിയമത്തിൽ നിന്നുള്ള വാഗ്ദത്തങ്ങൾ എടുത്തിട്ട് അത് നമുക്കുള്ളതാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ പഴയ നിയമത്തെ ആവശ്യത്തിലധികം നാം ആശ്രയിക്കുന്നു. എന്നാൽ അതല്ല ദൈവവചനം പറയുന്നത് എന്ന് നാം അറിയാതെ പോകുന്നു. പ്രാരംഭത്തിൽ തന്നെ ഞാൻ പറയട്ടെ, പഴയ നിയമം ദൈവാത്മാവിൽ എഴുതിയതാണ്, യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. പഴയ നിയമം തിരുവെഴുത്താണ്, പ്രവചനാത്മാവിൽ എഴുതിയതാണ്, അല്ല സാത്താൻ എഴുതിയതൊന്നുമല്ല. പക്ഷെ പഴയ നിയമമല്ല ഇന്ന് നിലവിലുള്ളത്. പഴയ നിയമം നിഴലായിരുന്നു, പുതിയ നിയമമാണ് പൊരുള്. പൊരുൾ വന്നതിന് ശേഷം നിഴലിനെ ഒരളവിലധികം നാം ആശ്രയിക്കേണ്ടതില്ല. ചരിത്രം പഠിക്കാൻ പഴയ നിയമം ഉപയോഗിക്കാവുന്നതാണ്. പണ്ട് കാലത്തുള്ളവരെ ദൈവം ഏതു വിധത്തിലാണ് വഴി നടത്തിയത് എന്നറിയാൻ വേണ്ടി, ദൃഷ്ടാന്തങ്ങൾ എടുക്കാൻ വേണ്ടി പഴയ നിയമം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളെ കുറിച്ച് പറയുവാൻ വേണ്ടി പഴയ നിയമം ഉപയോഗിക്കാം. ഒരു നിഴൽ എന്ന നിലയ്ക്ക് പഴയ നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ നിയമം വിശദമായി പഠിക്കുവാനും കഴിയും. അങ്ങനെയെല്ലാമുള്ള കാര്യത്തിൽ പഴയ നിയമം തീർച്ചയായും നാം ഉപയോഗിക്കണം. എന്നാൽ നാം ചെയ്യുന്ന ശുശ്രൂഷ പഴയ നിയമത്തിന്റെ ശുശ്രൂഷയല്ല. നാം അനുസരിക്കേണ്ട പ്രമാണങ്ങൾ പഴയ നിയമത്തിന്റെ പ്രമാണങ്ങളുമല്ല. പുതിയ നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ മാത്രമേ നാം അനുസരിക്കേണ്ടതുള്ളൂ. പഴയ നിയമത്തിലുള്ളതായി യാതൊരു കൽപ്പനയും നമുക്ക് അബാധകമല്ല. ആ കാര്യം പറയുമ്പോൾ പലർക്കും വലിയ സംശയങ്ങൾ ഉണ്ടാകും. പഴയ നിയമത്തിലുള്ള കൽപ്പന അനുസരിക്കേണ്ട എന്ന് പറഞ്ഞാൽ 10 കൽപ്പന പോലും അനുസരിക്കേണ്ട എന്നാണോ? ഈ വിഷയത്തെക്കുറിച്ച് വീട്ടിലൊരു ബൈബിൾ സ്കൂൾ എന്ന CD-യിൽ, അതിന്റെ 2ാമത്തെ CD-യിൽ കൾട്ടുകളെ കുറിച്ച് പറയുമ്പോൾ വിശദമായി തന്നെ ഞാൻ പറയുന്നുണ്ട്. ശാബത്തുകാര് 10 കൽപ്പനകൾ നീക്കപ്പെട്ടിട്ടില്ല എന്ന് പഠിപ്പിക്കുന്നു. അതേ വിശദീകരിക്കുമ്പോൾ ഈ വിഷയം ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എങ്കിലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ ചില കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് പറയുകയാണ്. ചിലരുടെയൊക്കെ വിചാരം പഴയ നിയമത്തിലെ എല്ലാ കൽപ്പനയും നമ്മൾ അനുസരിക്കണമെന്നാണ്. ചിലരെ അല്പമൊക്കെ ഒന്ന് അയയും, എന്നിട്ട് പറയും ന്യായപ്രമാണം നീക്കപ്പെട്ടു, അതുകൊണ്ട് ന്യായപ്രമാണം അനുസരിക്കേണ്ടതില്ല, എന്നാൽ 10 കൽപ്പന അനുസരിക്കണം. ഇതൊക്കെയും ദൈവവചനം പഠിക്കാത്തത് കൊണ്ടാണ്. ന്യായപ്രമാണവും 10 കൽപ്പനയും പഴയ നിയമത്തിലെ എല്ലാ പ്രമാണങ്ങളും നീക്കപ്പെട്ടു കഴിഞ്ഞു. പുതിയ നിയമത്തിലെ ഒരു വിശ്വാസിയും പഴയ നിയമത്തിലെ ഒരു കൽപ്പനയ്ക്കും അധീനരല്ല. അപ്പോൾ ചിലർ ചോദിക്കും, 10 കൽപ്പന നീക്കപ്പെട്ടെങ്കിൽ അന്യദൈവത്തെ ആരാധിക്കാമല്ലോ, മോഷ്ടിക്കാമല്ലോ, വ്യഭിചാരം ചെയ്യാമല്ലോ, അന്യന്റെ ഭാര്യയെ മോഹിക്കാമല്ലോ, എല്ലാം ചെയ്യാമല്ലോ. പുതിയ നിയമത്തിൽ അതിനെതിരായിട്ട് കൽപ്പനയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പഴയ നിയമം നീക്കപ്പെടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ തീർച്ചയായും ഇതൊക്കെ ചെയ്യാം. എന്നാൽ പുതിയ നിയമത്തിലെ കൽപ്പനകൾ അനുസരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. പുതിയ നിയമത്തിൽ ഏതൊക്കെ കൽപ്പനകൾ ഉണ്ടെന്ന് നോക്കുക.
അന്യദൈവത്തെ ആരാധിക്കുന്നതിനെതിരായിട്ട് കൽപ്പനയൊന്നുമില്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അന്യദൈവത്തെ ആരാധിച്ചു. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണമെന്ന് കൽപ്പനയില്ലെങ്കിൽ അപ്പനെയും അമ്മയും ബഹുമാനിക്കേണ്ട കാര്യമില്ല. കൊല ചെയ്യാൻ അനുവാദമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊലപാതകത്തിനെതിരായിട്ട് കൽപ്പനയൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കൊല ചെയ്യാം. വ്യഭിചാരത്തിനെതിരായി കൽപ്പനയില്ലെങ്കിൽ വ്യഭിചാരവും ചെയ്യാം. പക്ഷേ 10 കൽപ്പനകളിൽ ശബദിനെ കുറിച്ച് ഒഴികെ ബാക്കി എല്ലാത്തിനെ കുറിച്ചും പുതിയ നിയമത്തിൽ കൽപ്പനയുണ്ട്. അതുകൊണ്ട് 10 കൽപ്പനകളിലെ ശബദ് ആചരിക്കേണ്ടതില്ല. ബാക്കി 9 നാം ആചരിച്ചേ മതിയാകൂ. കാരണം പഴയ നിയമത്തിലുള്ളത് കൊണ്ടല്ല, പുതിയ നിയമത്തിലുള്ളത് കൊണ്ടാണ് നാം അനുസരിക്കേണ്ടത്. അന്യദൈവത്തെ ആരാധിക്കാൻ പാടില്ല. കാരണം അന്യദൈവാരാധനയ്ക്കെതിരായി പുതിയ നിയമത്തിൽ വ്യക്തമായ കൽപ്പനയുണ്ട്. പഴയ നിയമത്തിൽ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലുള്ള വിഗ്രഹാരാധന മാത്രമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദ്രവ്യാഗ്രഹം പോലും വിഗ്രഹാരാധനയാണ്, അത്യാഗ്രഹം പോലും വിഗ്രഹാരാധനയാണ്. അതുപോലെ തന്നെ ദൈവത്തിന് നാമം വൃഥാ എടുക്കരുതെന്ന് പഴയ നിയമം പറഞ്ഞപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിയമം കഠിനമാകുകയാണ്. വൃഥാ എടുക്കരുതെന്ന് മാത്രമല്ല, ദൈവത്തെ കൊണ്ട് സത്യം ചെയ്യാൻ പോലും പാടില്ല എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. പഴയ നിയമത്തിൽ കള്ളൻ മോഷ്ടിക്കരുതെന്ന് മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ കള്ളൻ ഇനിയും കക്കാതെ മുട്ടുള്ളവന് കൂടി അധ്വാനിച്ചു വല്ല ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണമെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ അക്ഷരാർത്ഥത്തിൽ വ്യഭിചാരം ചെയ്യരുതെന്നേ ഉള്ളായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മോഹിക്കേണ്ടതിന് സ്ത്രീയെ നോക്കുന്നവൻ പോലും ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. അങ്ങനെ പുതിയ നിയമം പഴയ നിയമത്തെക്കാൾ ഈ വിഷയങ്ങളിലെല്ലാം കഠിനമായ പ്രമാണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ശബദിനെ കുറിച്ച് മാത്രമാണ് പുതിയ നിയമത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രമാണം ഇല്ലാത്തത്. അതുകൊണ്ട് നാം ശബദം ആചരിക്കേണ്ടതില്ല. ബാക്കി 9 കൽപ്പനകളും പഴയ നിയമത്തിലുള്ളതിനേക്കാൾ കഠിനമായി തന്നെ പുതിയ നിയമത്തിലുണ്ട്. അതുകൊണ്ട് 10 കൽപ്പനകൾ നീക്കപ്പെട്ടു എന്നത് ശരിയാണെങ്കിലും പുതിയ നിയമത്തിൽ അതിൽ 9 ഉള്ളത് കൊണ്ട് 10 കൽപ്പനകളിലെ 9 നമുക്ക് ലംഘിക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല പുതിയ നിയമവിശ്വാസി അനുസരിക്കേണ്ടതായ കാര്യങ്ങൾ പുതിയ നിയമത്തിൽ വിശദമായി പറയുന്നുമുണ്ട്. പുതിയ നിയമം എന്ന് പറയുന്നത് ആത്മാവിന്റെ പ്രമാണമാണ്, അക്ഷരത്തിന്റെ പ്രമാണമല്ല. അക്ഷരത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അക്ഷരമല്ല, അതിന്റെ ആത്മാവാണ് നാം പ്രധാനമായി എടുക്കേണ്ടത്. ഓരോ പ്രമാണത്തിനും അതിൻ്റെതായ ആത്മാവുണ്ട്. എന്താണ് ആ ആത്മാവെന്ന് മനസ്സിലാക്കിയാണ് നാം പെരുമാറേണ്ടത്. അതിനെക്കുറിച്ച് പൗലോസ് 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന ഭാഗം ഞാൻ വായിക്കുന്നു. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. എന്താണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരെന്ന് പറയുന്നത്? പഴയ നിയമത്തിന്റെ ശുശ്രൂഷയുണ്ട്, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുണ്ട്. എന്താണ് പഴയ നിയമത്തിന്റെ ശുശ്രൂഷ? അത് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. സമാഗമന കൂടാരമുണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നീട് ദേവാലയമുണ്ടായി. അവിടെ അഹരോന്യ വംശത്തിൽപ്പെട്ടതായ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നു. 12 ഗോത്രങ്ങളിൽ ഒന്നായ ലേവ്യ ഗോത്രം മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്നു. ന്യായപ്രമാണത്തിൽ ഏതെങ്കിലും ലംഘിച്ചവനെ യാതൊരു ദയയും കൂടാതെ കൊല്ലുന്നു. അങ്ങനെ പഴയ നിയമത്തിന്റെ ശുശ്രൂഷ പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം പുസ്തകങ്ങളിൽ വിശദമായി പറയുന്നുണ്ട്. അതാണ് പഴയ നിയമത്തിന്റെ ശുശ്രൂഷ. എന്താണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം? പഴയ നിയമം എന്ന് പറയുന്നത് അക്ഷരത്തിന്റെ ശുശ്രൂഷയായിരുന്നു. പഴയ നിയമത്തെ അക്ഷരത്തിന്റെ ശുശ്രൂഷ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ആത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നല്ല, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ്. പഴയ നിയമത്തിൽ പ്രവൃത്തിയാലാണ് നീതീകരണം പ്രാപിക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ കൃപയാലാണ് നാം നീതീകരണം പ്രാപിക്കുന്നത്, വിശ്വാസത്താലാണ് നീതീകരണം പ്രാപിക്കുന്നത്. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന പരിപാടിയാണ് പുതിയ നിയമത്തിലുള്ളത്. പഴയ നിയമത്തിൽ യാഗം ചെയ്ത് നിയമം ചെയ്താണ് രക്ഷ പ്രാപിക്കേണ്ടതെങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കൃപയാൽ രക്ഷ പ്രാപിക്കുന്ന കാര്യമാണ് പറയുന്നത്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പഴയ നിയമം കൊല്ലുന്ന പ്രമാണമാണ്, പുതിയ നിയമം ജീവിപ്പിക്കുന്ന പ്രമാണമാണ്. പഴയ നിയമം നിലവിൽ വന്നതായ ദിവസം 3000 ആളുകൾ മരിച്ചു വീണു എന്ന് നമുക്കറിയാം. പഴയ നിയമവുമായി മോശ ഇറങ്ങി വന്നപ്പോൾ അന്ന് 3000 പേരാണ് അവിടെ പട്ടുപോയതെങ്കിൽ പുതിയ നിയമവുമായി പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസംഗം നടത്തിയപ്പോൾ 3000 പേര് ജീവിക്കുവാനിടയായി. പഴയ നിയമം കൊല്ലുക 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 എന്ന് പറയുമ്പോൾ പുതിയ നിയമം ജീവിപ്പിക്കുക എന്ന് പറയുന്നു. പഴയ നിയമത്തിലെ മുടിയൻപുത്രൻ വീട്ടിലിരുന്ന് തീനിയും കുടിയനുമായി ഭക്ഷണം കഴിച്ച് നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൂപ്പന്മാരെല്ലാം ചേർന്ന് ആ മുടിയൻ പുത്രനെ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി വിധിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ മുടിയൻ പുത്രൻ
എല്ലാം നശിപ്പിച്ചിട്ട് മടങ്ങി വരുമ്പോൾ അപ്പൻ ഓടിച്ചെന്നവനെ സ്വീകരിച്ചു കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടതെല്ലാം അവന് തിരികെ കൊടുക്കുന്നു. പഴയ നിയമത്തിലെ മുടിയൻ പുത്രനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി പട്ടണത്തിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുന്നു. പുതിയ നിയമത്തിലെ മുടിയൻ പുത്രനെല്ലാം നശിപ്പിച്ചിട്ട് വരുമ്പോൾ അവനെ ഓടിച്ചെന്ന് സ്വീകരിച്ച് വീട്ടിലേക്ക് തിരികെ പിതാവ് കൊണ്ടുവരികയാണ്. എന്തായിരുന്നു പഴയ നിയമത്തിന്റെ പ്രത്യേകത? കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകയില്ലയോ? ഒരു ഉദാഹരണം പറയാം. രാത്രിയിൽ ചന്ദ്രന് വെളിച്ചമുണ്ട്, എന്നാൽ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ ചന്ദ്രക്കല നമുക്ക് മാനത്ത് കാണാമെങ്കിലും അതിന് വെളിച്ചമുള്ളതായി തോന്നുകയില്ല. മിന്നാമിനിങ്ങിന് വെളിച്ചവും ശോഭയൊക്കെ ഉണ്ട്, അത് രാത്രിയിൽ. കൂരിരുട്ടിൽ നോക്കുമ്പോൾ മിന്നാമിനിങ്ങിനെ കാണാൻ നല്ല ശോഭയുള്ളതാണ്. പകൽ സമയത്ത് മിന്നാമിനിങ്ങിനെ കണ്ടാൽ ഏതോ ഒരു ഷഡ്പഥമെന്നല്ലാതെ അത് വെളിച്ചമുള്ളതാണെന്ന് നമുക്ക് തോന്നുകയില്ല. അല്ലെങ്കിൽ വീട്ടിൽ നാം ഉപയോഗിക്കുന്ന ടോർച്ച് എടുത്ത് രാത്രിയിൽ അടിച്ചു നോക്കുമ്പോൾ നല്ല വെട്ടമാണ്, എന്നാൽ പകൽ അതെടുത്ത് നാം ഒന്ന് അടിച്ചു നോക്കുക, വെട്ടമൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നുകയില്ല. അതിമഹത്തായ മറ്റൊരു വെളിച്ചമുള്ളപ്പോൾ ഈ ചെറിയ വെളിച്ചങ്ങൾക്കൊന്നും വലിയ കാര്യമില്ല, അതൊന്നും ശോഭയുള്ളതായി നമുക്ക് തോന്നുകയില്ല. പഴയ നിയമം തീർച്ചയായും ശോഭയുള്ളതായിരുന്നു, അതിന് സംശയമൊന്നുമില്ല. എന്നാൽ പഴയ നിയമത്തിന്റെ ആ ശോഭ താൽക്കാലികമായിരുന്നു. അതിലൊക്കെ അതിമഹത്തായ തേജസ്സുള്ളതായ ശോഭയുള്ളതായ പുതിയ നിയമം നിലവിൽ വന്നപ്പോൾ പഴയ നിയമത്തിന് ശോഭയില്ലാതായി. പക്ഷെ നമ്മൾ ഇതുവരെ അത് മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ സഭായോഗങ്ങളിൽ 10 പ്രസംഗത്തിൽ 9 പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് ആ ശോഭയില്ലാത്തത് മതി ഇപ്പോഴും. കാരണം പുതിയ നിയമത്തിന്റെ ശോഭ കാണാനുള്ള കഴിവും നമുക്കില്ലാതായി പോയിരിക്കുന്നു. ദൈവമക്കളെ, ഞാൻ ഈ CD ഇറക്കുന്നതിന്റെ തന്നെ ഉദ്ദേശം അതാണ്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മാവിന്റെ ശുശ്രൂഷയാണ്. ആത്മാവിന്റെ ശുശ്രൂഷയായ അല്ലെങ്കിൽ നീതിയുടെ ശുശ്രൂഷയായ പുതിയ നിയമം വന്നതിന് ശേഷം നാം ഇന്നും ആ പഴയ നിയമത്തിൽ നിലനിൽക്കേണ്ട ആവശ്യമില്ല. പഴയ നിയമത്തിന് അതിന് അർഹിക്കുന്ന സ്ഥാനം മാത്രമേ കൊടുക്കാവൂ. ചരിത്രം പഠിക്കാൻ തീർച്ചയായും പഴയ നിയമം ആവശ്യമാണ്. പുതിയ നിയമത്തിന്റെ നിഴലെന്ന നിലയ്ക്ക് പുതിയ നിയമം പഠിക്കാനും ഒരളവോളം പഴയ നിയമം ഉപയോഗിക്കാവുന്നതാണ്. പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ നമുക്ക് തികച്ചും ആവശ്യമാണ്. എന്നാൽ ഇതൊക്കെയും നാം പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കുക, നമുക്ക് മാതൃകയായിരിക്കേണ്ടത് അതല്ല, അതിൽ നിന്ന് ദൃഷ്ടാന്തങ്ങൾ എടുക്കുക മാത്രമേ ചെയ്യാവൂ. പുതിയ നിയമമാണ് നാം ഇന്ന് അനുസരിക്കേണ്ടതായ പ്രമാണം. 10 കൽപ്പനയുമായി മോശ ഇറങ്ങി വന്നപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം ഭയമുണ്ടായി. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ ഭയമകറ്റുവാനായി മോശ തന്റെ മുഖത്തെ ഒരു മൂടുപടമിട്ടു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും മോശയുടെ മുഖത്തിന്റെ ആ പ്രശ്നമൊക്കെ അങ്ങ് മാറി. മോശയുടെ മുഖത്തിന്റെ തൊക്കെ പിന്നീട് പ്രകാശിച്ചില്ല. അതോടെ ആ മൂടുപടം മാറ്റിക്കളഞ്ഞു. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് കുറച്ചു ദിവസം കഴിയുമ്പോൾ മൂടുപടം മാറ്റേണ്ടി വരികയില്ല. കാരണം ശോഭ നശിക്കുന്നതല്ല, നിലനിൽക്കുന്ന ശോഭയാണ് പുതിയ നിയമത്തിനുള്ളത്. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളയിടത്തെ സ്വാതന്ത്ര്യമുണ്ട്. ഇതേ വളരെ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒരു വാചകമാണ്. പുതിയ നിയമം ചെയ്യാനുള്ളതല്ല, പുതിയ നിയമം വിശ്വസിക്കാനുള്ളതാണ്. വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കാനുള്ളതാണ്. കൃപയാൽ എല്ലാം ലഭിക്കുന്നതാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ, പുതിയ നിയമത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. പഴയ നിയമം എന്ന് പറയുന്നത് ഒരു അടിമനുഖമാണ്. വീണ്ടും അടിമനുഖത്തിന്റെ കീഴിൽ കുടുങ്ങിപ്പോകരുത്. കാരണം സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. ഇനിയും ആ പഴയ അടിമനുഖമാകുന്ന പഴയ നിയമം അതിലേക്ക് നിങ്ങൾ കുടുങ്ങരുത്. ഗലാത്തിയിൽ ചില ആൾക്കാർ വന്നു, ചില യഹൂദന്മാർ വന്നു. അവർ പറഞ്ഞു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കണമെന്നൊക്കെ പറയുന്നത് ശരി തന്നെയാണ്, ക്രിസ്തുവിനെ വിശ്വസിക്കണം. എങ്കിലും ന്യായപ്രമാണം തന്നത് ദൈവമാണ്. ആ ന്യായപ്രമാണം അനുസരിക്കാതെ ആർക്കും രക്ഷ നേടുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ വിശ്വസിക്കുകയും അതോടൊപ്പം ന്യായപ്രമാണം അനുസരിക്കുകയും ചെയ്യേണ്ടതാണ്. പൗലോസ് അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത് എങ്ങനെയാണ്? ന്യായപ്രമാണം അനുസരിച്ചപ്പോഴാണോ ആത്മാവിനെ കിട്ടിയത്, അതോ ക്രിസ്തുവിലേക്ക് വന്നപ്പോഴാണോ? നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ന്യായപ്രമാണം അനുസരിച്ചപ്പോൾ അല്ല നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത്, നിങ്ങൾ ക്രിസ്തുവിലേക്ക് വന്നപ്പോഴാണ്. നിങ്ങൾക്ക് ഈ ആത്മാവിനെ തന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് പുതിയ നിയമത്തിലൂടെയാണ്, പഴയ നിയമത്തിലൂടെയല്ല. പഴയ നിയമം എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്ക് നയിക്കുന്നതായ ഒരു വഴികാട്ടി മാത്രമായിരുന്നു, ഒരു ശിശുപാലകൻ മാത്രമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പുരുഷപ്രാപ്തിയുള്ളവരായിരിക്കുകയാണ്. ഇനി ശിശുപാലകന്റെ കീഴിൽ അല്ല നിങ്ങൾ നിൽക്കേണ്ടത്.
ന്യായപ്രമാണത്തിന് കീഴിലിരിക്കാൻ ഇച്ഛിക്കുന്നവനൊക്കെയും ശാപത്തിന്റെ കീഴിലാകുന്നു. എന്നാൽ പുതിയ നിയമം എന്ന് പറയുന്നത് നീതിയുടെ ശുശ്രൂഷയാണ്, നീതിയുടെ പ്രമാണമാണ്, തേജസ്സിന്റെ പ്രമാണമാണ്. അങ്ങനെ പഴയ നിയമം ക്രിസ്തുവിങ്കൽ നീക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് പുതിയ നിയമമാണുള്ളത്. അത് പറയുമ്പോൾ പലരും പറയും, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞല്ലോ, ഞാൻ മോശയെയും പ്രവാചകന്മാരെയും നീക്കുവാൻ വന്നതല്ല, നിവർത്തിക്കാൻ വന്നതാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുകയില്ല എന്ന്. അപ്പോൾ അതെങ്ങനെ ശരിയാകും? ന്യായപ്രമാണം നീക്കപ്പെട്ടു എന്ന് പറയുന്നെങ്കിൽ ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് എങ്ങനെ ശരിയാകും? ബൈബിൾ വായിക്കുമ്പോൾ അർത്ഥം ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണിത്. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഞാൻ നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ വന്നത്. ഞാനത് ചില ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം. എന്നോട് ഒരു സ്നേഹിതൻ പറഞ്ഞു, എനിക്കൊരു 1000 രൂപ തരണം. ഞാൻ ആ സ്നേഹിതനോട് പറഞ്ഞു, നാളെ 10 മണിക്ക് വാ, ഞാൻ 1000 രൂപ തരാം. പിറ്റേ ദിവസം കൃത്യം 10 മണിക്ക് അദ്ദേഹം വന്നു. ഞാൻ 1000 രൂപ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ 1000 രൂപ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത് പിറ്റേ ദിവസം 1000 രൂപ കൊടുത്തപ്പോൾ നിവർത്തിച്ചു. പിന്നീട് എല്ലാ ദിവസവും 10 മണിക്ക് ആ മനുഷ്യൻ വന്നാൽ ഞാൻ കാശ് കൊടുക്കത്തില്ല. കാരണം ഒരിക്കൽ കാശ് കൊടുക്കാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതാ പറഞ്ഞ ദിവസം ഞാൻ നിവർത്തിച്ചു. ഇനിയും ആ വാഗ്ദത്തം നിലവിലില്ല. ഞാൻ ആ വാക്ക് കൊടുത്ത സമയം മുതൽ പണം കൊടുക്കുന്നത് വരെ വാഗ്ദത്തം നിലവിലുണ്ടായിരുന്നു. ഞാൻ ആ പണം കൊടുത്തതോടുകൂടി ആ വാഗ്ദത്തം ഇല്ലാതെയായി തീർന്നു. ഞാൻ ആ വാഗ്ദത്തം നിവർത്തിച്ചിരിക്കുന്നു. എന്നാൽ ആ വാഗ്ദത്തം ഞാൻ നീക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിനും വഴിയുണ്ട്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നാളെ വാ, 10 മണിക്ക് ഞാൻ കാശ് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അന്ന് വൈകിട്ട് ഞാൻ വിളിച്ചു പറയാണ്, സഹോദര, നാളെ 10 മണിക്ക് ഞാൻ കാശ് തരാമെന്ന് പറഞ്ഞെങ്കിലോ അത് നടപ്പില്ല, എനിക്ക് കാശ് തരാൻ പറ്റത്തില്ല എന്ന് പറയുകയാണെങ്കിൽ വാക്ക് മാറുകയാണ് ചെയ്യുന്നത്, നീക്കുകയാണ് ചെയ്യുന്നത്. ന്യായപ്രമാണത്തെ നീക്കുകയല്ല ചെയ്യുന്നത്. നീക്കുകയാണെങ്കിൽ കർത്താവ് വന്നിട്ട് ഇതാ ന്യായപ്രമാണം നീക്കിയിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയ നിയമം തരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ മതിയാകുമായിരുന്നു. പക്ഷേ യേശു ചെയ്തത് എങ്ങനെയല്ല. ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചു, നിവർത്തിച്ചു. അതുകൊണ്ടാണ് കർത്താവായ യേശുവിനെ അവസാനം വിചാരണ ചെയ്തപ്പോൾ പോലും ഒരു ചെറിയ തെറ്റ് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കള്ളസാക്ഷികളെ കൊണ്ടുവന്നിട്ട് പോലും ഒത്തുവന്നില്ല. അവസാനം അവനെ എങ്ങനെയാണ് ശിക്ഷിപ്പിച്ചതെന്ന് നമുക്കറിയാം. കുറ്റമൊന്നും കണ്ടില്ലെങ്കിലും അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വെറുതെ ആർത്തു വിളിച്ച് ഒരു ന്യായവുമില്ലാതെ നീതിയുമില്ലാതെ ഒരു തെറ്റും ചെയ്തെന്ന് തെളിയിക്കപ്പെടാതെ അവനെ ശിക്ഷിക്കുകയായിരുന്നു ചെയ്തത്. കർത്താവ് തന്നെ തന്റെ ഐഹിക ജീവിതകാലത്ത് ചോദിച്ചു, ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താമെന്ന്. കർത്താവ് കൽപ്പനാലംഘനം നടത്തിയിട്ടില്ല, ന്യായപ്രമാണം ലംഘിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, നിങ്ങൾക്കാർക്കെങ്കിലും എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താമോ? അതായത് നിങ്ങൾക്കാർക്കെങ്കിലും ഞാൻ ന്യായപ്രമാണത്തിലെ ഏതെങ്കിലും വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീക്കിക്കളഞ്ഞു എന്ന്, അല്ലെങ്കിൽ അത് ലംഘിച്ചു എന്ന് നിങ്ങൾക്ക് കാണിക്കാമോ എന്ന് കർത്താവ് വെല്ലുവിളിച്ച് ചോദിച്ചത്. അങ്ങനെ ചൂണ്ടിക്കാണിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല എന്ന് നമുക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം ഇതാണ്. യേശു പൂർണ്ണമായി ന്യായപ്രമാണം നിവർത്തിച്ചു തന്റെ ജീവിതത്തിൽ. യേശു ഒരു തെറ്റും ചെയ്യാതെ, ന്യായപ്രമാണപ്രകാരം ഒരു ലംഘനം പോലും നടത്താതെ തികഞ്ഞ വിശുദ്ധനായി ജീവിച്ചു കാണിച്ചു കൊടുത്തു. അങ്ങനെ യേശു തന്റെ ജീവിതത്തിൽ ന്യായപ്രമാണം നിവർത്തിച്ചു, നീക്കുകയല്ല ചെയ്തത്. പക്ഷെ യേശു അത് നിവർത്തിച്ചു കഴിഞ്ഞിരിക്കെ വീണ്ടും അതവിടെ നിലനിൽക്കുകയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല വന്നത്, നിവർത്തിപ്പാൻ അത്രേ. ന്യായപ്രമാണം യേശു തന്റെ ജീവിതത്തിൽ നിവർത്തിച്ചു. അതുപോലെ പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ അത് നീക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? പഴയ നിയമത്തിൽ പറയുന്നു, കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അത് നീക്കണമെങ്കിൽ എങ്ങനെ വേണം? കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന പ്രവചനം ഇതാ നീക്കിയിരിക്കുന്നു. അതങ്ങനെ സംഭവിക്കത്തില്ല. അതാണ് പറയേണ്ടത്. മിശിഹായുടെ ജനനം എവിടെയായിരിക്കും? അത് ബേത്ലഹേമിലായിരിക്കുമെന്ന് മീഖ പ്രവചിച്ചു. നീക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മിശിഹായുടെ പ്രവചനം ബേത്ലഹേമിലല്ല, അവിടുന്ന് ഞാനിത് നസറേത്തിലേക്ക് മാറ്റിയിരിക്കുന്നു, അല്ലെ ഗലീലയിലേക്ക് മാറ്റിയിരിക്കുന്നു, അല്ലെ റോമിലേക്ക് മാറ്റിയിരിക്കുന്നു, അല്ലെ മിശിഹ ജനിക്കത്തില്ല. അങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴാണ് നീക്കുക എന്ന് പറയുന്നത്. പ്രവാചകന്മാരുടെ അനേക പ്രവചനങ്ങളുണ്ട്, അതിലൊന്നുപോലും നീക്കപ്പെട്ടിട്ടില്ല. കർത്താവ് അത് നിവർത്തിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് നീക്കുക, നിവർത്തിക്കുക എന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ പ്രവാചകന്മാരെ നീക്കാൻ വന്നതല്ല, നിവർത്തിക്കാൻ വന്നതാണ്. അങ്ങനെ കർത്താവായ യേശുവിലൂടെ പ്രവചനങ്ങളെല്ലാം നിവൃത്തിയായി. യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം പോലും പഴയ നിയമത്തിലേത് നിവൃത്തിയാകാതെ പോയിട്ടില്ല. യേശു കന്യകയുടെ മകനായി ജനിച്ചു, നസ്രായൻ എന്ന് വിളിക്കപ്പെട്ടു.
യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ശിശുവധമുണ്ടായി. മിസ്രൈമിലേക്ക് ഓടിപ്പോയി അവനെ തിരികെ വിളിച്ചു. അതുപോലെ ഏതു വിധത്തിൽ ജീവിക്കുമെന്ന് പറഞ്ഞു, ഏതു വിധത്തിൽ മരിക്കുമെന്ന് പറഞ്ഞു. എല്ലാം കർത്താവിന്റെ ജീവിതത്തിൽ നിവൃത്തിയായി. അങ്ങനെ യേശു നീക്കുവാനല്ല വന്നത്, നിവർത്തിപ്പാൻ അത്രേ വന്നത്. യേശു തന്റെ ജീവിതത്തിലൂടെ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നിവർത്തിച്ചു. ഇനിയും നാം ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല. സംശയമുള്ളവർ ഗലാത്യ ലേഖനം ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കുക. അവിടെ പറയുന്നു, നാം ഇനി ശിശുപാലകനായ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല. ഇനിയും ആ ന്യായപ്രമാണം എന്ന് പറയുന്ന അടിമനുഖത്തിന്റെ കീഴിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. പൗലോസ് അത് സൂചിപ്പിക്കുവാൻ വേണ്ടി ഒരു ഉദാഹരണം പോലും എടുക്കുന്നു. അബ്രഹാമിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് സാറ, ഒന്ന് അവളുടെ ദാസിയായ ഹാഗാർ. ആദ്യം ഹാഗാറിനൊരു മകനുണ്ടായി. പക്ഷേ സാറായിക്ക് ഒരു മകനുണ്ടായതിനു ശേഷം ഹാഗാറിന്റെ മകനെ പുറത്താക്കി. ഹാഗാർ എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. ഹാഗാറിന്റെ മകൻ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിലെ വിശ്വാസിയാണ്. സാറ എന്ന് പറയുന്നത് പുതിയ യെരൂശലേമാണ്, അല്ലെങ്കിൽ പുതിയ നിയമമാണ്. സാറായുടെ മകനായ ഇസ്ഹാക്ക് എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ വിശ്വാസിക്ക് സമാനമാണ്. പഴയ നിയമം നിലവിലുണ്ടായിരുന്നു എന്നത് ശരി തന്നെ. എന്നാൽ അവകാശി എന്ന് പറയുന്നത് പുതിയ നിയമത്തിന്റെ സന്തതിയാണ്. അവൻ വന്നതിന് ശേഷം പഴയ നിയമത്തിന്റെ സന്തതിക്ക് നിലനിൽപ്പില്ല. ദാസിയെയും മകനെയും പുറത്താക്കി കളയുക എന്നാണ് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ സംഭവിച്ചതാണ്. ദാസിയെയും മകനെയും പുറത്താക്കി കളഞ്ഞു. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടൊപ്പം അവകാശിയാകയില്ല. സത്യം മനസ്സിലാക്കുവാനും സത്യം അനുസരിക്കാനും തയ്യാറുള്ളവർ മനസ്സിലാക്കേണ്ടത് ഇതാണ്. എന്നാൽ എത്ര വ്യക്തമായി ഈ കാര്യങ്ങൾ പറഞ്ഞാലും ഇതൊന്നും അംഗീകരിക്കാനോ ഇതൊന്നും ഗ്രഹിക്കാനോ മനസ്സില്ലാത്ത നിരവധി ആൾക്കാരുണ്ട്. അവരെന്തെങ്കിലും ചെയ്യട്ടെ. ദൈവവചനം വ്യക്തമായി പഠിക്കാനും ദൈവവചനം മനസ്സിലാക്കി അതനുസരിക്കാനും മനസ്സുള്ളതായ ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം. നാം ഇന്ന് ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, പുതിയ നിയമത്തിന്റെ കീഴിലാണ് ആയിരിക്കുന്നത്. എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയാൻ കാരണം? ഇന്നേ നമ്മുടെ സഭകളിൽ വളരെ ദുഃഖകരമായ അവസ്ഥയാണുള്ളത്. ഞാൻ അതേപ്പറ്റി പറഞ്ഞു കഴിഞ്ഞല്ലോ. സഭായോഗത്തിന് സങ്കീർത്തനം വായിക്കും, അതിൽ നിന്ന് പ്രസംഗിക്കും. തുടർന്നുള്ള പ്രസംഗവും മിക്കവാറും പഴയ നിയമത്തിലെ ഏതെങ്കിലും ഭാഗത്തു നിന്നായിരിക്കും. ഏതെങ്കിലും അതിഥി പ്രസംഗകർ വന്നാൽ അവരും പഴയ നിയമത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗമെടുത്ത് പ്രസംഗിക്കും. കൺവെൻഷന് പോയാൽ അവിടെയും പഴയ നിയമം. ഏത് രംഗത്ത് ചെന്നാലും പഴയ നിയമം തന്നെ. പുതിയ നിയമത്തിൽ നിന്നും വളരെ കുറച്ച് മാത്രമേ ആളുകൾ പ്രസംഗിക്കുന്നുള്ളൂ. ദുഃഖകരമായ ഒരു അവസ്ഥയാണിത്. നാം ഇന്ന് പഴയ നിയമത്തിന്റെ കീഴിലല്ല, പുതിയ നിയമത്തിന്റെ കീഴിലാണ്. നാം ഇന്ന് അനുസരിക്കേണ്ടത് പഴയ നിയമമല്ല, പുതിയ നിയമമാണ്. IPCയുടെയും ഷാരോന്റെയൊക്കെ ഭരണഘടന നിങ്ങളെടുത്ത് നോക്കുക. അതിനകത്ത് വ്യക്തമായിട്ട് വിശ്വാസ പ്രമാണങ്ങളുടെ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട്, പുതിയ നിയമസഭയുടെ പ്രമാണം പുതിയ നിയമമാണ്. ദൈവമക്കളുടെയും ദൈവസഭയുടെയും പ്രമാണം പുതിയ നിയമമാണ്. അങ്ങനെ വ്യക്തമായി എഴുതിയിട്ടുണ്ടെങ്കിലും അത് വായിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറാകാതെ പഴയ നിയമത്തിലെ കൽപ്പനകളൊക്കെ എടുത്തുകൊണ്ട് അതൊക്കെയും ദൈവസഭയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ശുശ്രൂഷകന്മാരാണ് ഇന്ന് ഏറെയും ഉള്ളത് എന്ന് ദുഃഖത്തോടെ പറയട്ടെ. ചില ഉദാഹരണങ്ങൾ വീണ്ടും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ദശാംശം കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് കണ്ടോ, മലാഖി പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ദശാംശം മുഴുവൻ ആലയത്തിലേക്ക് കൊണ്ടുവരുവീൻ എന്നാണല്ലോ. അവിടെയും നമുക്ക് തെറ്റിയിരിക്കുന്നു. മലാഖി പറഞ്ഞത് എന്താണ്? യെരുശലേം ദേവാലയത്തിലേക്ക് ദശാംശം കൊണ്ടുവരുന്ന കാര്യമാണ്. നമുക്കിന്ന് യെരുശലേം ദേവാലയം ഇല്ലെന്ന് മാത്രമല്ല, ഒരു വിധത്തിലുള്ള ദേവാലയവുമില്ല. പലരുടെയും ധാരണ നമ്മുടെ സഭായോഗം കൂടുന്നതായ ആ സഭാഹാള് അത് പള്ളിയാണ്, ദേവാലയമാണ് എന്നാണ്. ഇന്ന് സഭാഹാളിന്റെയൊക്കെ ഉദ്ഘാടനത്തിന് സാധാരണ പ്രതിഷ്ഠ എന്നാണ് പറയുന്നത്. ഈ വാക്ക് കിട്ടിയത് എവിടുന്നാണെന്ന് ഞാൻ നോക്കിയപ്പോൾ ശലോമോൻ ദേവാലയം ഉണ്ടാക്കിയിട്ട് അത് പ്രതിഷ്ഠിച്ചു എന്നുണ്ട്. ശലോമോൻ ഉണ്ടാക്കിയതുപോലെ ഒരു ദേവാലയമാണ് നമ്മൾ ഈ സഭാഹാൾ ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ ഭൂരിപക്ഷം ദൈവമക്കളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതിനൊരു പ്രതിഷ്ഠ. എന്താണ് പ്രതിഷ്ഠിക്കുന്നത്? വിശേഷിച്ചൊന്നും പ്രതിഷ്ഠിക്കുന്നൊന്നുമില്ല. പക്ഷെ അവിടെയും പ്രതിഷ്ഠ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഒന്നും പ്രതിഷ്ഠിച്ചില്ലെങ്കിലും പിന്നെ അത് ദേവാലയമാണ്. പത്രത്തിൽ വാർത്ത വരുമ്പോൾ വരുന്നത് ആലയ പ്രതിഷ്ഠ. എന്താണ് ആലയം? ആലയം എന്ന് പറഞ്ഞാൽ വീടെന്നേ അർത്ഥമുള്ളൂ. അപ്പൊ അവിടെ ഏതെങ്കിലും വീട് പ്രതിഷ്ഠിച്ച കാര്യമാണോ പറയുന്നത്? അതല്ല. ദൈവാലയം എന്നതിന്റെ ചുരുക്കപ്പേരായിട്ടാണ് ആലയം എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ദൈവാലയം എന്ന് തീർത്തു പറയാൻ ഒരു ധൈര്യം പോരാ. അതുകൊണ്ട് ഏതാണ്ട് ഒത്തടിപ്പിച്ച് വരട്ടെ എന്ന് കരുതി ആലയം എന്ന് പറയുകയാണ്. ആലയ പ്രതിഷ്ഠ എന്നും പറഞ്ഞ് മിക്കവാറും പത്രങ്ങളിൽ വാർത്ത കാണാം. അത് ആലയവുമല്ല, അവിടെ ഒരു പ്രതിഷ്ഠയുമില്ല. മഴയും വെയിലും ഒക്കെ കൊള്ളാതിരുന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒരു സഭാഹാൾ പണിയുന്നത് തെറ്റൊന്നുമല്ല. സഭാഹാൾ പണിതു തീരുമ്പോൾ ഒരു ദിവസം തൊട്ടങ്ങ് ആരാധന തുടങ്ങിയാൽ മതി.
പക്ഷെ നമുക്കത് പറ്റത്തില്ല. അതിനെ ആലയമെന്ന് വിളിക്കും, അതിനൊരു പ്രതിഷ്ഠയും നടത്തും. സെൻട്രൽ പാർഷോ അതിൽ കൂടിയ പാർഷോ വന്നിട്ട് വലിയ ചടങ്ങൊക്കെയാണത്. അതിപ്പോ ഒരു ശുശ്രൂഷയായിട്ടുണ്ട്. അടുത്ത കാലത്തെ ഒരു പുസ്തകം കണ്ടു, ശുശ്രൂഷ സഹായി. എന്ത് ശുശ്രൂഷയാണ്? ദൈവവചനത്തിലുള്ള ശുശ്രൂഷ എന്ന് പറയാവുന്നത് സ്നാനമുണ്ട്, തിരുവത്താഴമുണ്ട്. അതുപോലെ സഭയിലെ മൂപ്പന്മാർ ചേർന്ന് കൈവച്ച് ഓർഡിനേഷൻ കൊടുക്കാവുന്നതാണ്. സഭയുടെ നേതാവ് ഓർഡിനേഷൻ കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ദൈവവേലയ്ക്ക് വിളിക്കപ്പെട്ട വ്യക്തിയെ സഭയിലെ മൂപ്പന്മാർ ചേർന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വേലയ്ക്കായി വേർതിരിക്കുന്ന ഓർഡിനേഷൻ കൊടുക്കാം. അത് ശുശ്രൂഷ തന്നെയാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളല്ലാതെ ശുശ്രൂഷ എന്നും പറഞ്ഞ് ദൈവവചനത്തിൽ പറയുന്നില്ല. പിന്നെയാണ് ഭവനപ്രതിഷ്ഠ ശുശ്രൂഷ. ഒരു വീട് വെച്ചാൽ പിന്നെ അതിനൊരു പ്രതിഷ്ഠ. എന്ത് പ്രതിഷ്ഠയാണാവോ? സഭാകാള് പണിതാൽ ദേവാലയ പ്രതിഷ്ഠ, അല്ലെ ചുരുക്കി പറഞ്ഞ ആലയ പ്രതിഷ്ഠ. ഇതിനപ്പുറത്ത് വേറൊരു പ്രതിഷ്ഠയുണ്ട്, ശിശുപ്രതിഷ്ഠ. എവിടുന്ന് കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ. വായില്ലാ കുന്നിലപ്പനെ പണ്ട് പ്രതിഷ്ഠിച്ചെന്ന് കേട്ടിട്ടുണ്ട്, പറയിപ്പറ്റ മന്ത്രകുലത്തിൽ എന്ന് പറഞ്ഞവർ ഈ കൊച്ചിനെ കൊണ്ട് എവിടെ കുത്തിയിരുത്തുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെന്നാണപ്പാ ഈ ശിശുപ്രതിഷ്ഠ? ദൈവവചനത്തിൽ എവിടെയാണ് ഇത് പറയുന്നത്? അതിന് ചില വാക്യങ്ങളൊക്കെ എടുക്കും. പണ്ട് ശമൂവേലിനെ കൊണ്ട് ദേവാലയത്തിൽ കൊടുത്തെന്ന്. അതിനെന്താ? ശമൂവേലിനെ ദേവാലയത്തിൽ കൊടുത്തു, അതിനിപ്പോ എന്താ കാര്യം? അത് ഇതുമായിട്ട് എന്താ ബന്ധം? പക്ഷെ ഏതെങ്കിലും കുറെ വാക്യങ്ങൾ പറഞ്ഞിട്ട് അത് നടത്തും. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ശിശുഷന്മാർക്ക് അല്പം കാശ് കിട്ടുന്ന പരിപാടിയാണ്. ഭവനപ്രതിഷ്ഠ നടത്തിയാൽ കാശ് കിട്ടും, ശിശുപ്രതിഷ്ഠ നടത്തിയാൽ കാശ് കിട്ടും. ഇത്തരം പരിപാടികൾ ശിശുഷന്മാർക്ക് കാശ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ദൈവവചനത്തിൽ അടിസ്ഥാനം ഇല്ലാത്തതാണ്. പുതിയ നിയമമാണ് നമ്മുടെ പ്രമാണം. പുതിയ നിയമത്തിൽ അടിസ്ഥാനമില്ലാത്ത ഇത്തരം ഒരു ശുശ്രൂഷയും ദൈവമക്കൾക്ക് സ്വീകാര്യമല്ല. ഇത്തരം ശുശ്രൂഷകൾ അകപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ദൈവമക്കൾ ഒരു കാര്യം ഓർക്കുക. എനിക്ക് ഈ ശുശ്രൂഷ വേണ്ട എന്ന് തുറന്നു പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകണം. അതിന് പാസ്റ്റർ പിണങ്ങോ നേതാക്കന്മാര് പിണങ്ങോ ആര് പിണങ്ങിയാലും വേണ്ടില്ല. ദൈവവചനത്തിൽ ഇല്ലാത്ത ഒരു ശുശ്രൂഷയും എനിക്ക് വേണ്ട എന്ന് നിങ്ങൾ ധൈര്യമായി പറയണം. ദശാംശം കൊടുക്കണോ? പുതിയ നിയമത്തിൽ ദശാംശം കൊടുക്കണമെന്നൊരു പ്രമാണമേ ഇല്ല. അപ്പൊ ചിലർ ചോദിക്കും, കർത്താവ് പറഞ്ഞല്ലോ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നതായിരിക്കണം നിങ്ങളുടെ നീതിയെന്ന്. ശരിയാണ്, പരീശന്മാരെ അക്ഷരാർത്ഥത്തിൽ ദശാംശം കൊടുക്കുമായിരുന്നു. നമ്മുടെ നീതി അതിനപ്പുറത്തേക്ക് കഴിയണം. എന്താണ്? അതിന് കണക്കും കാര്യവും ഒന്നും വേണ്ട. ദശാംശം എന്നൊരു കണക്കിന്റെ ആവശ്യം തന്നെ അവിടെ ഇല്ല. പൗലോസ് പറയുന്നു, വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അല്ലാതെ ദശാംശം കൊടുക്കണമെന്ന് പുതിയ നിയമത്തിൽ മറ്റെങ്ങും തന്നെ പറയുന്നില്ല. പുതിയ നിയമത്തിൽ ദശാംശം എന്നൊരു പ്രമാണമേ ഇല്ല. പിന്നെയുള്ളത് എന്താണ്? വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്നാണ്. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവനാണ് കൊടുക്കേണ്ടത്. നിന്റെ ദശാംശം മുഴുവൻ ദേവാലയത്തിൽ കൊണ്ടുവന്നാൽ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു കൊടുക്കാമെന്ന് പഴയ നിയമത്തിലുണ്ടെന്നത് ശരി തന്നെയാണ്. പുതിയ നിയമത്തിൽ ദശാംശം കൊണ്ടുവന്ന പരിപാടിയില്ല. അതുപോലെ കൊടുത്ത് ആകാശത്തുനിന്ന് കിളിവാതിൽ തുറന്നു പോലും കിട്ടുന്ന പരിപാടിയുമില്ല. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വചനം പഠിപ്പിക്കുന്നവന്, പഠിക്കുന്ന വ്യക്തി എല്ലാ നന്മയിൽ നിന്നും ഓഹരി കൊടുക്കണമെന്നത് പുതിയ നിയമത്തിന്റെ പ്രമാണം തന്നെയാണ്. വചനം പഠിക്കുന്ന എല്ലാ വ്യക്തിയും വചനം പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കേണ്ടതാണ്. സഭയിലെ ശിശുഷന്മാർക്ക് തീർച്ചയായും കൊടുക്കേണ്ടതാണ്. കൊടുക്കേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത് സഭാഹാളിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന കാര്യമോ അതല്ലെങ്കിൽ ദേവാലയത്തിൽ കൊണ്ടുവരുന്ന കാര്യമോ ദശാംശമായിട്ട് കൊണ്ടുവരുന്ന കാര്യമോ ഒന്നുമല്ല. ദൈവം നിങ്ങൾക്ക് തന്ന ആ ഭൗതിക നന്മയിൽ നിന്ന് ഓഹരി നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവർക്ക് തീർച്ചയായും കൊടുക്കേണ്ടതാണ്. അതിനപ്പുറത്ത് ഒരു പ്രമാണം പുതിയ നിയമത്തിലില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇടയിലുള്ള ഉപവാസ പ്രാർത്ഥനകൾ. പഴയ നിയമത്തിൽ ഉപവാസമുണ്ട്. മോശ 40 ദിവസം ഉപവസിച്ചു, ഏലിയാവ് 40 ദിവസം ഉപവസിച്ചു, കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം ഉപവസിച്ചു. അപ്പോസ്തല പ്രവർത്തികളിൽ ഇവർ ഉപവാസം എടുത്ത കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവസഭയ്ക്ക് ഉപവാസം എന്ന് പറയുന്നത് നിഷിദ്ധമായ കാര്യമല്ല. ഉപവസിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ 21 ദിവസം 40 ദിവസം എന്നിങ്ങനെ കൃത്യമായൊരു ദിവസം വെച്ച് ഉപവസിക്കുന്ന കാര്യം പുതിയ നിയമത്തിൽ ഇല്ല. കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം ഉപവസിച്ചതിന് ശേഷം ശിഷ്യന്മാരാരും തന്നെ അങ്ങനെ 40 21 അങ്ങനെയൊന്നും ഉപവസിച്ചിട്ടില്ല. ഏതാനും ദിവസമൊക്കെ അവർ ഉപവസിച്ചിട്ടുണ്ടെന്ന് ശരി തന്നെയാണ്. എന്നാൽ 21 40 എന്നൊക്കെ പറഞ്ഞ് ഉപവാസ യജ്ഞം നടത്തുക, അതും പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തിട്ട് ഉപവാസം നടത്തുക, ഇതൊന്നും ദൈവവചനത്തിലുള്ള കാര്യമല്ല. പുതിയ നിയമത്തിന്റെ പ്രമാണം എന്താണ്? നിങ്ങൾ ഉപവസിക്കുമ്പോൾ ആരും അറിയാതെ രഹസ്യത്തിൽ ഉപവസിക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്. പക്ഷെ പഴയ നിയമത്തിൽ ഒരു ഉപവാസം പ്രസിദ്ധമാക്കുക എന്ന് പറയുന്നത് കേട്ടിട്ട് ഉപവാസം പ്രസിദ്ധമാക്കണം, പത്രത്തിൽ പരസ്യം കൊടുക്കണം, നോട്ടീസ് അടിച്ച് വിതരണം നടത്തണമെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. അതങ്ങനെയല്ല. പഴയ നിയമത്തിൽ പ്രസിദ്ധപ്പെടുത്തേണ്ട ആവശ്യം വരുമായിരുന്നു.
കാരണം പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനമാണ്. ആ ജനതതി ഒന്നിച്ചുപവസിക്കുമ്പോൾ അത് എല്ലാവരും ഉപവസിക്കാൻ വേണ്ടി അത് ഗ്രൂപ്പായിട്ട് അവർ ഉപവസിക്കുമ്പോൾ പ്രസിദ്ധം ചെയ്തെങ്കിലല്ലേ ആൾക്കാർ അറിയത്തുള്ളൂ. അതിനുവേണ്ടി ഒരു ജനതതി മുഴുവൻ ഉപവസിക്കുമ്പോൾ പ്രസിദ്ധം ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിലെ ഒരു സഭയിൽ ഉപവാസമുണ്ട്, സഭയെ കാര്യം പറഞ്ഞാൽ മതി, നമ്മൾ സഭ ഉപവസിക്കുന്നു. വ്യക്തി ഉപവസിക്കുന്നെങ്കിൽ ആരോടും പറയേണ്ട കാര്യമില്ല, രഹസ്യമായിട്ട് അവനങ്ങനെ ഉപവസിച്ചാൽ മതി. അങ്ങനെ വ്യക്തിയോ സഭയോ ഉപവസിക്കുന്നതല്ലാതെ കലൂർ സ്റ്റേഡിയത്തിൽ 40 ദിവസം ഉപവാസം എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു ഉപവാസത്തെക്കുറിച്ച് ദൈവവചനത്തിൽ കാണുന്നതുമല്ല. അതുകൊണ്ട് ദൈവവചനത്തിൽ ഇല്ലാത്ത ഇത്തരം കാര്യങ്ങൾ എടുത്തിട്ട് ദൈവസഭയുടെ പ്രമാണം എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത് ശരിയല്ല. ഉപവാസത്തോടനുബന്ധിച്ച് പലരും പ്രസംഗിക്കുമ്പോൾ എല്ലാം പഴയ നിയമത്തിൽ നിന്നാണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ നിന്ന് മാത്രം എടുക്കുന്നത്? പുതിയ നിയമത്തിൽ അതിനുള്ള പ്രമാണം അധികം കണ്ടെത്താൻ പറ്റില്ല. ആകെ കൂടെ പറയാനുള്ളത് അപ്പോസ്തലന്മാർ ചില ദിവസങ്ങൾ ഉപവസിച്ച കാര്യമൊക്കെയാണ്. അതല്ലാതെ കൂടുതലൊന്നും പുതിയ നിയമത്തിൽ നിന്ന് കിട്ടത്തില്ല. എന്നാൽ പഴയ നിയമത്തിൽ നിന്നാണെങ്കിൽ എസ്രാ ഉപവസിച്ചെന്നോ അല്ലെങ്കിൽ എസ്തേറും കൂട്ടരും ഉപവസിച്ചെന്നോ ഒക്കെ പറഞ്ഞ് കുറെ ഉപവാസത്തിന്റെ കഥകൾ പറയാനുണ്ട്. അത് പറഞ്ഞ് ജനത്തെ ഇളക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നിന്ന് ഈ ഉപവാസത്തിന്റെ കഥകളൊക്കെ എടുക്കുന്നത്. ഉപവസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതീവ രഹസ്യമായി ഏതാനും ദിവസങ്ങൾ ഉപവസിച്ചു കൊള്ളുക. സഭയില് ഒരു 3 ദിവസവും 5 ദിവസവും ഉപവാസ പ്രാർത്ഥന വെക്കുന്നത് തെറ്റല്ല. സഭയിലുള്ളവരെ അറിയിച്ചിട്ട് സഭയിലുള്ളവരെല്ലാം ചേർന്ന് ഉപവസിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഒരിക്കലും ഉപവാസത്തെക്കുറിച്ച് നോട്ടീസ് അടിച്ചിറക്കരുത്, പത്രങ്ങളിൽ പരസ്യം കൊടുക്കരുത്. കഴിയുന്നത്ര രഹസ്യമായിട്ടാണ് ഉപവസിക്കേണ്ടത്. പക്ഷേ സഭയുടെ ചട്ടം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നിരാകാരം ഇരുന്ന് ഏതാണ്ട് പ്രാപിക്കാൻ പോകുന്ന രീതിയിൽ നാം ഒരിക്കലും ഉപവാസം നടത്താൻ പാടില്ല. നമ്മുടെ ഇടയിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പല സിദ്ധാന്തങ്ങളെക്കുറിച്ചും ഈ രൂപത്തിൽ നാം ഗ്രഹിക്കേണ്ടതാണ്. ഉദാഹരണമായി നമ്മുടെ ഇടയിലുള്ളതായ പാസ്റ്റർമാര് അല്ലെ ശുശ്രൂഷകന്മാര് അവർ പഴയ നിയമത്തിലെ പുരോഹിതന്മാരെ പോലെയാണ് എന്നൊരു ധാരണ നമ്മുടെ ഇടയിലുണ്ട്. ഇവരെ ആരെയെങ്കിലും വിമർശിച്ചാൽ നമ്മൾ നരകത്തിൽ പോകുമെന്നാണ് ധാരണ. കാരണം ഇവര് ദൈവത്തിന്റെ ദാസന്മാരാണ്, ദൈവത്തിന്റെ അഭിഷിക്തന്മാരാണ് എന്നൊക്കെയാണ് പഠിപ്പിക്കൽ. പുതിയ നിയമം പരിശോധിച്ചാൽ ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന് പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളെ കുറിച്ചാണ്. അതല്ലാതെ ഉപദേശിമാര് അഭിഷിക്തന്മാരാണ് എന്ന് പുതിയ നിയമത്തിൽ പറയുന്നില്ല. തെറ്റ് ചെയ്യുന്നത് ആരായാലും, അത് ഉപദേശിയായാലും ആര് തന്നെ ആയാലും അത് എതിർക്കപ്പെടേണ്ടതാണ്, എതിർക്കേണ്ടതാണ്. കർത്താവിന്റെ കൂടെ നടന്നവനായ പത്രോസ് തെറ്റ് ചെയ്തപ്പോൾ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്നു കുരുത്ത തകരയെന്ന് പറയാവുന്ന രൂപത്തിലുള്ള പൗലോസ് പരസ്യമായി തന്നെ എതിർത്ത് നിന്നു. അത് തെറ്റൊന്നുമില്ല, എതിർക്കേണ്ടതിനെ എതിർക്കേണ്ടതാണ്. കർത്താവിന്റെ കൂടെ നടന്നവനല്ലേ പത്രോസ്. ആ പത്രോസിനെ പഠിപ്പിക്കാൻ ഇന്നലെ വന്നതായി ഈ പൗലോസ് ആരടാ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. പത്രോസ് ചെയ്തത് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവന് ചെവി പോയി പറഞ്ഞെന്നല്ല എഴുതിയിരിക്കുന്നത്, പരസ്യമായി എതിർത്ത് നിന്നു. മറുപടി പറയേണ്ടത് പരസ്യമായി തന്നെ പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. എതിർക്കേണ്ട കാര്യങ്ങൾ പരസ്യമായി എതിർക്കേണ്ടതാണ്. അങ്ങനെ എതിർത്തത് കൊണ്ട് ദൈവം കോപിക്കുമെന്നോ നമ്മളെ പിടിച്ച് നരകത്ത് ഇടുമെന്നോ ഒന്നും ആരും ധരിക്കരുത്. അങ്ങനെയൊന്നും പുതിയ നിയമത്തിൽ പ്രമാണമില്ല. അഭിഷിക്തൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ ദൈവമക്കളെ സംബന്ധിച്ചാണ്, അല്ല ഉപദേശിമാരെ സംബന്ധിച്ചല്ല. ഉപദേശിമാരെ എതിർത്താൽ നരകത്തിൽ പോകുമെന്ന് ദൈവവചനം പറയുന്നില്ല. പഴയ നിയമത്തിലെ ലേവ്യൻ പുതിയ നിയമത്തിലെ ഉപദേശിമാരാണെന്നൊരു ധാരണയുണ്ട്, അതും ശരിയല്ല. പുതിയ നിയമത്തിൽ എല്ലാവരും ദൈവവേലക്കാരാണ്. പഴയ നിയമത്തിലെ ലേവ്യനെ പോലെയല്ല. പഴയ നിയമത്തിലെ ലേവ്യന് ദശാംശം കൊടുത്തതുപോലെ പുതിയ നിയമത്തിലെ ഉപദേശിമാർക്ക് ദശാംശം കൊടുക്കണമെന്ന് പറയുന്നതും ശരിയല്ല. വചനം പഠിപ്പിക്കുന്നവന് കൊടുത്താൽ മതി. അതല്ലാതെ വെറുതെ കറങ്ങിയടിച്ച് നടക്കുന്നവർക്കെല്ലാം കൊടുക്കേണ്ട കാര്യവുമില്ല. അങ്ങനൊരു കാര്യം പുതിയ നിയമത്തിലില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ ശത്രുക്കളോട് പെരുമാറുന്ന കാര്യത്തിലുള്ളത്. സങ്കീർത്തനം വായിച്ച് സ്ഥിരം ഇതിൽ നിന്ന് പ്രസംഗം കേൾക്കുന്ന ആൾക്കാര് അവൻ മുടിഞ്ഞു പോണേ, അവന്റെ ശത്രുവിന്റെ തലേ തീ വീഴണേ എന്നൊക്കെ സ്ഥിരം വായിക്കുന്ന നമ്മള് നമ്മുടെ അയൽവക്കംകാരനാണ് ഈ ശത്രുവായിട്ട് കണക്കാക്കുന്നത്. നമ്മളെ എതിർക്കുന്നവന്റെ എല്ലാം തലേ ദൈവം തീ കോരി ഇടുമെന്നാണ് നമ്മുടെ ധാരണ. പലരും എന്നോട് പറയാറുണ്ട്, അവരോട് ദൈവം ചോദിച്ചോട്ടെ. ഇത് തെറ്റിദ്ധാരണയാണ്. ഇത് കൃപയുടെ കാലമാണ്. ദൈവം വളരെ അപൂർവമായി മാത്രമേ ഈ ഭൂമിയിൽ വെച്ച് ശിക്ഷിക്കാറുള്ളൂ. ദൈവമക്കളെ ബാലശിക്ഷ എന്ന നിലയ്ക്ക് ദൈവം ഈ ഭൂമിയിൽ വെച്ച് ശിക്ഷിക്കും. അതല്ലാതെ രക്ഷിക്കപ്പെടാത്തവരെ ഈ ഭൂമിയിൽ വെച്ച് വളരെ അപൂർവമായി മാത്രമേ ശിക്ഷിക്കാറുള്ളൂ. സംശയമുള്ളവർ പുതിയ നിയമം നോക്കുക. ഹേരോദോസ് ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നപ്പോൾ ദൈവം അവനെ ശിക്ഷിച്ചു. ഒരു സംഭവം. അതുപോലെ സഭയിൽ വഞ്ചന കാണിച്ച അനന്യാസിനെ സഫീറയെ ദൈവം ശിക്ഷിച്ചു. ബെറിയേശുവിന്റെ കണ്ണ് അന്ധമായി പോയി. അങ്ങനെ വിരലിൽ എണ്ണാവുന്ന ചില സംഭവങ്ങൾ മാത്രമേ പുതിയ നിയമത്തിൽ ശിക്ഷയായി ദൈവം കൊടുത്തത് കാണാനുള്ളൂ.
കൃപയുടെ യുഗമാണിത്. ഈ കാലത്ത് ദൈവം അങ്ങനെ ശിക്ഷിക്കുന്നതല്ല. ഏലിയാവ് തന്റെ ശത്രുക്കളുടെ മേല് ആകാശത്ത് നിന്നും തീയിറക്കി. ഒരിക്കൽ ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ നമുക്ക് അവരുടെ മേലോട്ട് തീയിറക്കാം. ഉടനെ കർത്താവ് പറഞ്ഞില്ല, ഓക്കെ, നമുക്കെന്നാ തീയിറക്കിയേക്കാം എന്നല്ല പറഞ്ഞത്. കർത്താവ് ചോദിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ? പഴയ നിയമത്തിന്റെ ആത്മാവ് കൊല്ലുന്ന ആത്മാവാണ്. പഴയ നിയമത്തിന്റെ ആത്മാവിലായിരിക്കുമ്പോൾ ആകാശത്ത് നിന്ന് തീയിറക്കാം. കാരണം ഏലിയാവ് പഴയ നിയമത്തിന്റെ ആളായിരുന്നു. എന്നാൽ യേശു പുതിയ നിയമത്തിന്റെ ആളാണ്. യേശുവിന്റെ ശിഷ്യന്മാർ പുതിയ നിയമത്തിന്റെ ആൾക്കാരാണ്. പുതിയ നിയമത്തിന്റെ ആത്മാവിനെയാണ് അവർ പ്രാപിച്ചത്. അതുകൊണ്ട് യേശു ചോദിക്കുന്നു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ? പഴയ നിയമത്തിന്റെ ആത്മാവാണ് തീയിറക്കുന്ന ആത്മാവ്. പുതിയ നിയമത്തിന്റെ ആത്മാവ് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. പുതിയ നിയമത്തിന്റെ ആത്മാവിനുള്ളവർ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കും. അവനോട് ദൈവം ചോദിക്കട്ടെ എന്ന് പറയത്തില്ല. കർത്താവെ, അവനോട് ക്ഷമിക്കണമേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കണം. അതാണ് പുതിയ നിയമത്തിന്റെ ആത്മാവ്. ഒരു സഹോദരനോട് പറഞ്ഞു, സാറേ, ഞാൻ കേസ് കൊടുക്കത്തില്ല, അവനോട് ദൈവം ചോദിക്കട്ടെ. കേസ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇയാളൊരു സാധുവാണ്, എല്ലാവരോടും ക്ഷമിക്കുന്നവനാണ് എന്ന്. അങ്ങനല്ല. കേസ് കൊടുത്തില്ലെന്നേ ഉള്ളൂ, അവനോട് ദൈവം ചോദിക്കട്ടെ എന്ന് പല്ലിറുമ്മിക്കൊണ്ട് ഇവൻ പറയുമ്പോൾ ഇവനിൽ വ്യാപരിക്കുന്നത് പുതിയ നിയമത്തിന്റെ ആത്മാവല്ല. ഇവനൊരു പരീക്ഷ ഭക്തിക്കാരൻ മാത്രമാണ്. കേസ് കൊടുക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവർ പറയോ, അങ്ങേരെന്തോ ഒരു നല്ല മനുഷ്യനാ, കേസ് കൊടുത്തില്ല. പക്ഷേ നല്ല മനുഷ്യനെന്ന് ജനങ്ങൾ പറയുമ്പോൾ അവന്റെ തലയിൽ ഇടുത്തി വീഴാൻ വേണ്ടി ഇവൻ എന്നുവിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതെന്ത് ആത്മാവാണ്? ഇത് പഴയ നിയമത്തിന്റെ ആത്മാവാണ്, പുതിയ നിയമത്തിന്റെ ആത്മാവല്ല. പുതിയ നിയമത്തിൽ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് RSSകാരനല്ല, നമ്മുടെ അതിരുമാന്തുന്ന അയൽക്കാരനല്ല, നമ്മുടെ സഭയിൽ നമുക്കെതിരെ കുത്തുപ്രസംഗം നടത്തിയ സഹോദരനല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർഗലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് പഴയ നിയമം വായിക്കുമ്പോൾ അതിൽ ശത്രുവിനെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ ശത്രുവാണ് എന്ന് വിചാരിക്കരുത്. അക്ഷരാർത്ഥത്തിലുള്ള ശത്രുവാണെന്ന് വിചാരിക്കരുത്. സങ്കീർത്തനങ്ങളിൽ ശത്രുവിന്റെ തല തകർക്കുമെന്ന് കർത്താവ് പറയുന്നത് കേട്ടിട്ട് നമ്മുടെ അയൽക്കാരന്റെ തല തകർക്കുന്നു നോക്കി ഇരിക്കരുത്. പഴയ നിയമത്തിലൊക്കെയും ശത്രു എന്ന് പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമവിശ്വാസി സാത്താന്റെ പ്രതീകമായി കണ്ടുകൊണ്ട് ശത്രു എന്ന് പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം സാത്താൻ എന്നിട്ടങ്ങ് വായിച്ചാൽ മതി. പഴയ നിയമത്തിലെ ശത്രു പുതിയ നിയമത്തിലെ വിശ്വാസിക്ക് സാത്താനാണ്, അല്ലാതെ ഏതെങ്കിലും നജയും മാംസമുള്ള മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന് ചുരുക്കം ഇതാണ്. പഴയ നിയമം ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കാതെ സങ്കീർത്തനിൽ കാണുന്ന ശാപവചനങ്ങളൊക്കെ നമ്മുടെ ശത്രുക്കൾക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമത്തിലെ ഓരോ പ്രമാണവും എടുത്തുകൊണ്ട് അതൊക്കെ നമുക്കുള്ളതാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് നാം അബദ്ധത്തിൽ ചാടുകയാണ് ചെയ്യുന്നത്. ചിലർ ഈ അടുത്ത കാലത്ത് അനുഗ്രഹത്തിന്റെ സുവിശേഷവുമായി വരുന്നു. അവർ പറയുന്നത് അബ്രഹാമിന് ദൈവം കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും ജാതികൾക്ക് ക്രിസ്തുവിലൂടെ ലഭിക്കുമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് അബ്രഹാമിന് ദൈവം കൊടുത്ത അക്ഷരാർത്ഥത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ജാതികൾക്ക് ലഭിക്കുമെന്നാണ്. തീർച്ചയായും അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ ക്രിസ്തുവിലൂടെ ജാതികൾക്ക് ലഭിക്കും, അങ്ങനെ ബൈബിൾ പറയുന്നുണ്ട്. ആ അനുഗ്രഹം പ്രാപിച്ചവരാണ് പത്രോസും പൗലോസും യോഹന്നാനും അന്ത്രയോസും ഒക്കെ. അവർക്ക് എന്താണ് കിട്ടിയതെന്നും കൂടെ നോക്കുക. ഇവര് പറയുന്നത് പോലെ കുറെ കാശ് കിട്ടുകയല്ല, അവർ പണക്കാരാകുകയല്ല ചെയ്തത്. പത്രോസിനോ പൗലോസിനോ യോഹന്നാനോ അന്ത്രയോസിനോ ആർക്കും തന്നെ കർത്താവിനെ കണ്ടെത്തിയതിന്റെ പേരിൽ പണം കിട്ടിയിട്ടില്ല. ആ തരത്തിലുള്ള അനുഗ്രഹത്തെ കുറിച്ചല്ല അവിടെ പറയുന്നത് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കർത്താവിനെ കണ്ടെത്തിയതിന്റെ പേരിൽ പണക്കാരനായി തീർന്ന ഒരു വ്യക്തിയെ കുറിച്ച് പോലും പുതിയ നിയമത്തിൽ പറയുന്നില്ല. ഫിലോമോൻ പണക്കാരനായിരുന്നു, അത് കർത്താവിനെ കാണുന്നതിന് മുമ്പേ പണക്കാരനായിരുന്നു. പൗലോസ് വലിയ പണക്കാരനായിരുന്നു, കർത്താവിനെ കണ്ടെത്തിയതിനു ശേഷം ഉള്ളതും കൂടെ നഷ്ടപ്പെടുകയേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് കർത്താവിനെ പണം ഉണ്ടാക്കാൻ വേണ്ടി പിൻപറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു. ഈയിടെ ഒരാളുടെ ഒരു പ്രസംഗം ടിവിയിൽ കേൾക്കുവാനിടയായി. അദ്ദേഹം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒരു ബിസിനസ്സുകാരനായിരുന്നു. നിങ്ങൾ ബിസിനസ്സുകാരാണെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുക, ദൈവം നിങ്ങൾക്ക് തരും. കാരണം കർത്താവായ യേശു ക്രിസ്തു ബിസിനസ്സുകാരനായിരുന്നു. കർത്താവ് എന്താണ് ബിസിനസ് നടത്തിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ കർത്താവ് ഒരു തച്ചനായിരുന്നു എന്നതോർത്താണ് പറയുന്നതെങ്കിൽ, തച്ചൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ള ഫർണിച്ചർ കച്ചവടക്കാരനാണെന്ന് വിചാരിക്കേണ്ടതില്ല. ഒരു ആശാരിയെ പോലെ ജോലി ചെയ്തിരുന്നവൻ എന്നേ അർത്ഥമുള്ളൂ. ഫർണിച്ചർ വിൽപ്പനക്കാരനെന്ന് അർത്ഥമില്ല, ബിസിനസ്സുകാരനെന്ന് അർത്ഥമില്ല. ഇനി കർത്താവ് ആശാരിയായിരുന്നതുകൊണ്ട് ആശാരിമാരോട് വല്ല സ്നേഹവും പ്രത്യേകിച്ചുണ്ടോ? ഏതെങ്കിലും ബിസിനസ്സുകാരോട് പ്രത്യേക സ്നേഹമുണ്ടോ? അങ്ങനെയൊന്നും ദൈവവചനം പറയുന്നില്ല.
ബിസിനസ്സുകാരെ ദൈവവേലയ്ക്ക് കുറെ പണം കൊടുത്താൽ അതുകൊണ്ട് പണപരമായി അവർ ഉയരുമെന്നും ദൈവവചനത്തിൽ പറയുന്നില്ല. ഇനി അത് പ്രാക്ടിക്കലായിട്ടും ശരിയല്ല. ഈ കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരായ 100 പേരുടെ ലിസ്റ്റ് നിങ്ങൾ എടുക്കുക. അതിനകത്ത് ദൈവവേലയ്ക്ക് പണം കൊടുത്തവർ എത്ര പേരുണ്ട്? കുറഞ്ഞ പക്ഷം രക്ഷിക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? ആരും ഇല്ലാതിരിക്കാനാണ് സാധ്യത. ഉണ്ടെങ്കിൽ ചിലപ്പം പെട്ടുപിഴച്ച ഒരാൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ലോകത്തെ 100 പണക്കാരുടെ പേരെട്, അതിൽ രക്ഷിക്കപ്പെട്ടവൻ എത്ര പേരുണ്ട്? ചിലർ പറയുന്നത് പണം ദൈവം കൊടുക്കുന്നത് രക്ഷിക്കപ്പെട്ടവർക്കാണ്, അത് അനുഗ്രഹമാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ലോകരാജ്യങ്ങളിൽ ഏറ്റവും പണപരമായി ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് നോക്ക്. ഒന്നും വേണ്ട, ഗൾഫിൽ പോയി നോക്ക്. അവര് സുവിശേഷ വേലയ്ക്ക് പണം കൊടുത്തിട്ടാണോ ഗൾഫിലെ അറബിമാരൊക്കെ ഇതുപോലെ വലിയ പണക്കാരായത്? അങ്ങനെയല്ലല്ലോ. ഇതൊക്കെ അർത്ഥശൂന്യമായ സിദ്ധാന്തങ്ങളാണ്. ഇതൊന്നും കേട്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദൈവവചനത്തിൽ അടിസ്ഥാനമില്ലാത്ത ഇത്തരം സുവിശേഷങ്ങൾ, ഇത്തരം സിദ്ധാന്തങ്ങൾ പറയുന്നത് എത്ര വലിയവനായ പ്രസംഗകനായാലും അത് സാത്താന്യ ഉപദേശമാണ് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയേണ്ടതാണ്. ദൈവമക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നുകൂടെ ചുരുക്കി പറയട്ടെ. നാം പുതിയ നിയമവിശ്വാസികളാണ്. നമ്മുടെ പ്രമാണം പുതിയ നിയമമാണ്, പഴയ നിയമമല്ല. പഴയ നിയമം നീക്കപ്പെട്ടു. പഴയ നിയമം ദൈവാത്മാവിൽ എഴുതിയ പ്രമാണം തന്നെയായിരുന്നു എന്നത് ശരിയാണെങ്കിലും ഇന്ന് നമുക്ക് ബാധകമായത് പഴയ നിയമമല്ല, പുതിയ നിയമമാണ്. നാം അനുസരിക്കേണ്ടത് പഴയ നിയമമല്ല, പുതിയ നിയമമാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിലുള്ളത് മാത്രമേ നാം അനുസരിക്കേണ്ടതുള്ളൂ. ദശാംശം കൊടുക്കുന്നതാകട്ടെ, ഉപവസിക്കുന്നതാകട്ടെ, ശത്രുവിനോട് ഇടപെടുന്ന കാര്യമാകട്ടെ, പുരോഹിതന്മാരോട് ഇടപെടുന്ന കാര്യമാകട്ടെ, ഭൗതികമായോ ആത്മീയമായോ അനുഗ്രഹം പ്രാപിക്കുന്ന കാര്യമാകട്ടെ, എന്തു തന്നെയായാലും നമ്മുടെ പ്രമാണം പുതിയ നിയമമാണ്. പുതിയ നിയമത്തിൽ അടിസ്ഥാനമില്ലാത്തതൊന്നും നമ്മുടെ വകയല്ല. പഴയ നിയമത്തിലെ വാക്യങ്ങൾ എടുത്തുകൊണ്ട്, പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങൾ എടുത്തുകൊണ്ട്, ഇതെല്ലാം നമുക്കുള്ള വാഗ്ദത്തങ്ങളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അബദ്ധങ്ങളിൽ ചാടുവാൻ നിങ്ങൾക്കിടയാകാതിരിക്കട്ടെ. പഴയ നിയമം പ്രസംഗിച്ച് ഇതൊക്കെയാണ് ശരിയായ ദൈവവചനം എന്ന് പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് അപകടത്തിൽ കൊണ്ടെത്തിക്കുവാൻ ഇടയാകാതിരിക്കട്ടെ. ദൈവവചനം വസ്തുനിഷ്ഠമായി പഠിച്ചുകൊണ്ട് ശരിയായ വഴിയുടെ നടക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ പ്രസംഗം ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അനാദിനാഥ ത്രിയേകദേവാ പരനേ സ്തോത്രം, പരനേ സ്തോത്രം. അനാദിനാഥ ത്രിയേകദേവാ പരനേ സ്തോത്രം, പരനേ സ്തോത്രം. സ്തുതിയും മഹിമയും പരനേ നിനക്ക്. അനാദിനാഥ ത്രിയേകദേവാ പരനേ സ്തോത്രം, പരനേ സ്തോത്രം.